നമസ്കാരം. വർഗങ്ങളും വർഗമൂലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങൾ കണ്ടെത്തി വർഗമൂലം കാണുന്നത് എങ്ങനെയെന്ന് നാം പരിശോധിച്ചതാണ്. സംഖ്യയെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് വർഗമൂലം കണ്ടെത്താനുള്ള വിധം നാം ചർച്ച ചെയ്തു. ഇനി ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. 17.64 വർഗമൂലം കാണുക. ഇവിടെ ദശാംശ സംഖ്യയുടെ അപ്പുറവും ഇപ്പുറവും വെവ്വേറെ ഗ്രൂപ്പുകളായി തിരിക്കണം. അപ്പോൾ 17, 64 എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ലഭിക്കും. ഇതിൽ ആദ്യ ഗ്രൂപ്പായ 17 എന്നത് 4 സ്ക്വയറായ 16 മുകളിലാണ്. എന്നാൽ 5 സ്ക്വയറായ 25 താഴെയുമാണ്. അപ്പോൾ 17 വരാവുന്ന പരമാവധി വർഗമൂലം 4 തുടങ്ങുന്ന സംഖ്യയായിരിക്കും. 17 4 കൊണ്ട് ഹരിക്കുന്നു. 4 ഹരണഫലം ലഭിക്കും. ഇത് മുകളിൽ ഇടുക. 4 × 4 ആയ 16 17 നിന്ന് കുറച്ചാൽ 1 ലഭിക്കും. ഇത് ശിഷ്ടമായി താഴെ ഇടുക. ഇനി അടുത്ത ഗ്രൂപ്പിലെ 6, 4 എന്നിവ കൂടി ഇറക്കിയിടുക. ഇപ്പോൾ ഹാര്യമായി 164 ലഭിക്കും. ഇനി കഴിഞ്ഞ തവണത്തെ ഹാരകമായ 4ൻ്റെ ഇരട്ടിയായ 8 താഴെ ഹാരകമായി ഇടുക. ഒരു സ്ഥാനം ഒഴിച്ചിടുക. ഇവിടെ വരാവുന്ന പരമാവധി വലിയ സംഖ്യ പരിശോധിക്കുക. 81 × 1 81. 82 × 2 164. ഇവിടെ ശിഷ്ടം വരുന്നില്ല. ഈ 2 കൂടി ഹാരകമായി കയറ്റിയിടുക. രണ്ടാമത്തെ ഗ്രൂപ്പായ 6, 4 എന്നത് ദശാംശ ചിഹ്നത്തിന് ശേഷം ആയിരുന്നതിനാൽ ഹാരകത്തിലും പോയിൻ്റ് ഇടുക. അപ്പോൾ 4.2 എന്ന് ലഭിക്കും. ഇതാണ് 17.64 എന്ന സംഖ്യയുടെ വർഗമൂലം. നമുക്ക് 4.2 × 4.2 എന്ന് ഗുണിച്ചു നോക്കിയാൽ ഉത്തരം ഉറപ്പിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് 21.16 എന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കാം. ആദ്യം ദശാംശ ചിഹ്നത്തിൻ്റെ ഇരുവശത്തും 2 വീതം അക്കങ്ങളെ ഗ്രൂപ്പുകളാക്കി തിരിക്കാം. അപ്പോൾ 21, 16 എന്നിങ്ങനെ 2 ഗ്രൂപ്പുകൾ ലഭിക്കും. 21 എന്ന സംഖ്യ 4ൻ്റെ വർഗമായ 16നേക്കാൾ വലുതും 5ൻ്റെ വർഗമായ 25നേക്കാൾ ചെറുതുമാണ്. അപ്പോൾ 21 വരാവുന്ന ഏറ്റവും വലിയ വർഗമൂലം 4 ആരംഭിക്കുന്നതായിരിക്കും. ഇനി 21 4 കൊണ്ട് ഹരിക്കാം. ഇവിടെ ഹരണഫലമായി 4 ലഭിക്കും. 4 × 4 16 21 നിന്ന് കിഴിച്ചാൽ ലഭിക്കുന്ന 5 ശിഷ്ടമായിരിക്കും. അടുത്ത ഗ്രൂപ്പിലെ 16 കൂടി ഇറക്കിയിട്ടാൽ 5, 1, 6 516 എന്ന് ലഭിക്കും. ഹാരകമായി നേരത്തെ വന്ന 4ൻ്റെ ഇരട്ടി 8 ഇടുക. രണ്ടാം സ്ഥാനത്ത് വരാവുന്ന പരമാവധി സംഖ്യ പരിശോധിക്കാം. 81 × 1 81. 2 വന്നാൽ 82 × 2 164. 3 വരികയാണെങ്കിൽ 83 × 3 249. 4 വരികയാണെങ്കിൽ 84 × 4 336. 5 വരികയാണെങ്കിൽ 85 × 5 425. 6 വരികയാണെങ്കിൽ 86 × 6 516.
അപ്പോൾ ഹാരകത്തിൽ 86 വന്നാൽ ശിഷ്ടം വരാതെ ഹരിക്കാൻ സാധിക്കും. ഹരണഫലത്തിൽ 4.6 എന്ന് ലഭിക്കും. ഇവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാർഗങ്ങളും അവയ്ക്കുള്ള കുറുക്കുവഴികളും നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.